ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ബർഗറിൻ്റെ റെസിപ്പി കേട്ടോ. നമുക്ക് ഈ ബർഗർ തയ്യാറാക്കാനായിട്ട് ബ്രെഡോ ബണ്ണോ ഒന്നും വേണ്ട കേട്ടോ. വീട്ടിലുള്ള കുറച്ച് റവ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഗർ തയ്യാറാക്കാം, അതും വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. പുറം നല്ല ക്രിസ്പിയും അതുപോലെ അകത്ത് നല്ല ഫില്ലിങ്ങും വെച്ചിട്ടുള്ള ഒരു ബർഗർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് വെറും വെജിറ്റബിൾസാണ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇനി നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് കിഴങ്ങാണ് കേട്ടോ. ഒരു 3 കിഴങ്ങ് ഇതുപോലെ കഴുകിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ടില്ല, നമുക്ക് പുഴുങ്ങിയതിന് ശേഷം തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു പിടി മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഇനി ഇതിലേക്കൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോട്ടെ. ഞാനിവിടെ എരിവുള്ളതായതുകൊണ്ട് ഞാൻ 1 ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, കത്തി വെച്ചിട്ട് തന്നെ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇവിടെ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റവയൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്ന പോലെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കടുകിന് പകരം ജീരകമാണ്, നമ്മൾ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് സാധാ ഉപ്പുമാവ് തയ്യാറാക്കുന്ന പോലെ ഒരു ഡോ തയ്യാറാക്കിയിട്ട് അതൊന്ന് നമുക്ക് കൈ വെച്ചിട്ട് നമ്മൾ മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഉപ്പുമാവ് പോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായിലേക്ക് നമുക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുകിന് പകരം കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നിങ്ങൾ എത്രയാണ് എടുത്തിട്ടുള്ളത് റവ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. നമ്മൾ നോർമൽ ഉപ്പുമാവിലേറെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടുള്ള പോലെ ആവരുത്. നമുക്കൊന്ന് കുഴച്ചെടുക്കണം, നമുക്ക് ഡോ ആക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പുമാവിലേറെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇതിൻ്റെ മാവ്. നമുക്കിത് കുഴച്ചെടുക്കാനുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം, ഒരുപാട് അങ്ങ് ഹാർഡായി പോകരുത് നമ്മൾ ഉപ്പുമാവിൻ്റെ പോലെ. അപ്പം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ നമ്മളിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒന്ന് പച്ചച്ചോവ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഉരുളങ്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപോലെ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വല്ല അടപ്പോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് റൗണ്ടിലുള്ള കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പരത്തിയതിന് ശേഷം ഓരോ റൗണ്ടായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബർഗറിന് 2 എണ്ണം വേണം കേട്ടോ ഇതുപോലത്തെ. അപ്പോൾ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോട്ടോ. ഇനി നമുക്ക് മുഴുവൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
നമ്മളിവിടെ 3 ബർഗറാണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് 6 പീസ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ ഇതിലേറെ കുറച്ചിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല ഒന്ന് ഉരുട്ടി പരത്തിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കണം. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ആവരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുത്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് പുറത്തേക്ക് തള്ളി നിൽക്കരുത് കേട്ടോ. ഉള്ളിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കത്തിയുടെ പുറം ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെറൈറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബർഗറിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ 2 സൈഡ് ഇതുപോലെ ഒന്ന് വെറൈറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ നമ്മളെ ഉള്ളിലെ ഫില്ലിംഗ് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറഞ്ഞ ഓയിൽ വെച്ചിട്ട് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ഒരു ബർഗറിൻ്റെ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറഞ്ഞ ഓയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുഴുവൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റവ കൊണ്ടാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ബീഫോ ചിക്കനൊക്കെ വെച്ച് കൊടുക്കട്ടെ. ഞാനിവിടെ വെറും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നാലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറഞ്ഞ ഓയിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിട്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് തയ്യാറാക്കിയത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് തയ്യാറാക്കിയപ്പോൾ എനിക്കത് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിലെല്ലാം കുടിച്ചിട്ട് അതുപോലെ അതിലെ മസാല എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് ഞാൻ വേറൊരു പാത്രം മാറ്റിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് ശരിയായിട്ട് കിട്ടിയത് കേട്ടോ. ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഓയിൽ കുടിച്ചിട്ട് ഇതുപോലെ ഒട്ടും ശരിയായി കിട്ടിയില്ല കേട്ടോ. മസാല എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിയായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെ നല്ല ഭാഗം മാത്രം കാണിച്ചാൽ പോരല്ലോ. നിങ്ങൾക്ക് ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാനാട്ടോ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ.